ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലുമായി 190 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ഇതിനോടകം കഴിഞ്ഞത്. ഔദ്യോഗികമായി ഈ വോട്ടിംഗ് ശതമാനം സംബന്ധിച്ച കണക്ക് ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിജയ ശതമാനം സംബന്ധിച്ച്, തങ്ങളുടെ വിജയം സംബന്ധിച്ച് രണ്ട് മുന്നണികളും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റ് ലഭിക്കുമെന്നാണ് BJPയും കോൺഗ്രസും പറയുന്നത്. വസന്ത, പൊതുവേ ഈ വോട്ടിംഗ് ശതമാനത്തിലൊരു കുറവാണ് ഇപ്പോൾ ഈ ഔദ്യോഗിക കണക്കുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 2014-ലെയും 2019-ലേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും ഒരു നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയുന്നത്? ഇതിൽ സാധാരണയായി മുൻകാലങ്ങളിലെ വോട്ടിംഗ് ശതമാനവും അതിൻ്റെ ഇതുമൊക്കെയാണ് സാധാരണ എങ്ങനെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള തരത്തിൽ ഒരു ചെറിയ സൂചനകളൊക്കെ ലഭിക്കുന്നത്. 6% വോട്ടാണ് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 66-ഉം 66.71 66.14 ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്, അതായത് 2019-നെ അപേക്ഷിച്ച് 6% കുറവാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇത് അല്ലെങ്കിൽ ഈ കുറവ് ആരെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. BJP പറയുന്നത് അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ വോട്ടുകളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം വോട്ടുകളും വരാത്തത് എന്നുള്ളൊരു വിലയിരുത്തലാണ് BJPക്കുള്ളത്. ചെറിയ കുറവ് അവരും പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 100 വോട്ടുകൾ കുറയുകയാണെങ്കിൽ 30 വോട്ട് തങ്ങളുടേത് കുറഞ്ഞു, പക്ഷേ 70 കുറഞ്ഞിരിക്കുന്ന കോൺഗ്രസിൻ്റെതാണ് എന്നാണ് പൊതുവെ BJPയുടെ ഒരു വിലയിരുത്തൽ. ഇതിൽ വേറൊരു ഇത് കണക്ക് നോക്കിയാൽ 2004-ലും 2009-ലും UPA അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ വോട്ടിംഗ് ശതമാനം 57-ഉം 58-ഉം മാത്രമായിരുന്നു. ചരിത്രം UPAക്കൊപ്പം. ചരിത്രം അപ്പോൾ നോക്കുകയാണെങ്കിൽ UPAക്കൊപ്പമാണ്. 2014-19 വരുമ്പോഴത്തേക്കും അത് 66-ഉം 67-ഉം ആയിരുന്നു. അപ്പോൾ ആ ഒരു കണക്കാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ UPAക്ക് ഒരു തിരിച്ചു വരാനുള്ള ഒരു ഇന്ത്യ സഖ്യം, ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കണക്കുകൾ വെച്ച് വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വന്നിട്ടുമുണ്ട്. അതെ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇന്ന് അമിത്ഷാ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് 190 മണ്ഡലങ്ങളിൽ 100-ൽ കടക്കും. ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി തന്നെ 100 കടക്കും. അതായത് സ്ട്രൈക്ക് റേറ്റ് ഏതാണ്ട് 55% ഈ അമിത്ഷായുടെ ഈ കണക്കുകളിൽ നിന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരും പറയുന്നത്, അവരും പ്രതീക്ഷിക്കുന്ന സ്ട്രൈക്ക് റേറ്റ് 60% എന്നാണ്. ഈ IPL-ന്റെ കാലത്ത് ആദ്യത്തെ അതായത് ഈ ആദ്യ ഘട്ടങ്ങളൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട, ആദ്യ ഓവറുകൾ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് പോലെ ഈ ആദ്യ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ രണ്ട് പാർട്ടികൾക്കും കഴിയും. അല്ല ബാലു, ഇതിൽ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് ശതമാനം എത്ര കുറഞ്ഞു എന്നുള്ളത്. അതിൽ തന്നെ ജെൻഡർ വൈസ് എടുക്കുകയാണെങ്കിൽ വനിതകളുടെ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക്. അതായത് കേരളത്തിലെ തന്നെ കോട്ടയവും ഇടുക്കിയും അവിടെ രണ്ടിടത്തും 10 മുതൽ 11% വരെ സ്ത്രീകളുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കണ്ട ഒരു ട്രെൻഡ് നമുക്ക് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ BJPക്ക് അനുകൂലമായി സ്ത്രീകളുടെ വോട്ട് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ വോട്ട് കുറയുന്ന ഒരു സാഹചര്യത്തിൽ അതെങ്ങനെ BJPയെ ബാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യം കണക്കാക്കേണ്ടത്. അത് BJPക്ക് വലിയ തോതിൽ തിരിച്ചടിയാവുമോ എന്നുള്ളത്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ചൂട്, കടുത്ത വേനൽ വരുന്നത് കൊണ്ട് പല ഗ്രാമങ്ങളിലും സ്ത്രീകൾ പുറത്തിറങ്ങിയില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ഒന്ന്, BJPക്കാർ പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് മോദി തന്നെ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും BJPയും തന്നെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും അവർ അധികാരത്തിൽ വരുമല്ലോ എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവിൽ വോട്ടർമാരുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് പലരും പുറത്തു വരാത്തത്. പക്ഷെ അപ്പോഴും സംശയിക്കേണ്ട ഒരു സ്ഥലം ബീഹാറിൽ ആദ്യഘട്ടത്തിൽ 50% താഴെയായിരുന്നു പോളിംഗ്. 48% മാത്രമേ വന്നിട്ടുള്ളൂ. അത് ജനതാദൾ യുവും BJPയും തമ്മിലുള്ളൊരു വലിയൊരു പൊട്ടൻ്റ് അലയൻസ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും 48% മാത്രമാണ് ആദ്യഘട്ടത്തിൽ വോട്ട് വന്നത് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ബസ് അതിനോടൊപ്പം പറയേണ്ടത്, ഈ BJP നേതാക്കളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പൊതുവേ ഈ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ മിസ്സായി പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ മുസ്ലിം വോട്ടിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. ഈ ആദ്യ രണ്ട് ഘട്ടങ്ങളിലും മുസ്ലിം പോക്കറ്റുകളിലാണ് വോട്ട് വലിയ തോതിൽ ഈ കുറവ് ഉണ്ടായിരിക്കുന്നത്, പോളിംഗിൽ വലിയ കുറവുണ്ടായിരിക്കുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരു കാരണവശാലും അവരെ ബാധിക്കില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്.
അല്ല, മുസ്ലിം വോട്ടുകളിൽ BJP വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തുന്നില്ല. ഉത്തരേന്ത്യയിൽ തന്നെ പല പക്ഷേ അത് അവിടെ കുറയുന്നത് ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിന് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ മറ്റൊരു വിവാദമായ വിഷയമായി മാറിയിരിക്കുന്നത് ഈ വോട്ടിംഗ് അഗ്രിഗേറ്റ് വോട്ടിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് യെച്ചൂരിയും പറഞ്ഞിട്ടുണ്ട്. കാരണം എത്ര പേർ വോട്ട് ചെയ്തു എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊരു വിഷയം വരുന്നത് ഈ ആദ്യ 2 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിൻ്റെ അന്ന് രാത്രി 7 മണിക്ക് ഇറക്കിയ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 60 ആയിരുന്നു ആദ്യ ഘട്ടങ്ങളിലെ വോട്ടിംഗ് ശതമാനം, പ്രാഥമിക കണക്കുകൾ. അത് കഴിഞ്ഞ് ഇന്നലെ പുതുക്കിയ കണക്കുകൾ എടുക്കുമ്പോൾ അത് 66 വരുന്നു. 2 ഘട്ടങ്ങളിലും 66 തൊട്ട് മുകളിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ 6% വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ആരോപണം. എന്ന് വെച്ചാൽ അതിൽ പറയുന്ന മറ്റൊരു വിഷയം, ഈ എത്ര വോട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ, എത്ര പേർ വോട്ട് ചെയ്തു, ഈ കണക്കുകൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ 60% അല്ലെങ്കിൽ പ്രാഥമിക കണക്കുകൾ നൽകിയപ്പോൾ 60% മാത്രമായിരുന്ന ഒരു പോളിംഗ് പെർസെൻറ്റേജ് ഫൈനൽ കണക്കുകൾ വരുമ്പോൾ 6% വ്യത്യാസം വരുമ്പോൾ അവിടെ എന്തോ ഒരു കൃത്രിമത്വത്തിനുള്ള ഒരു സാഹചര്യം, ഒരു മാനിപ്പുലേഷനുള്ള ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പ്രതിപക്ഷത്തിലുണ്ട്. തീർച്ചയായും ആ സംശയവും ദുരൂഹതകളുമൊക്കെ നിലനിൽക്കുമ്പോഴും 2 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ ആദ്യ 2 ഘട്ടങ്ങൾ കഴിയുമ്പോൾ പ്രകടിപ്പിക്കുന്നത്. കണക്കിലെ യഥാർത്ഥ വിജയി ആരാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം. പക്ഷേ കണക്കിലെ വിജയി എന്ന അവകാശവാദം 2 മുന്നണികളും ഇതിനോടകം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്.